ഷെടാ, ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് ഇങ്ങനെ പനി വരികയെന്ന് വെച്ചാൽ അതിനുമില്ലേ ഒരു സമ്പ്രദായമൊക്കെ. 3-4 ദിവസമായില്ലേ ഉണ്ണി കിടപ്പായിട്ട്. ഇനി എന്റെ കുട്ടി വല്ലതും കണ്ട് പേടിച്ചതോ മറ്റോ ആണോ മോനെ? ആ ഗോവിന്ദൻകുട്ടി അവിടെ ഇല്ലെന്നാ തോന്നണേ. ആരാണോ ഈ നേരത്ത്? എന്നെ സ്വീകരിക്കൂ. എന്റെ മോഹങ്ങളെല്ലാം പൂവണിയിക്കൂ. ചേട്ടന് വേണ്ടി മാത്രം ജീവിക്കുന്ന രോഹിണി. ഹലോ, ആ വിളിക്കാലോ ഉള്ളി, ഒരു ഫോൺ. ഹലോ ഹലോ, ഞാൻ രോഹിണിയാണ്. മനസ്സിലായോ? ഹാവു, അത്രയും ആശ്വാസം. എന്റെ കത്ത് കിട്ടിയോ? എന്നിട്ട് എന്തേ മറുപടി തരാഞ്ഞത്? നല്ല ആളാണ്. മറുപടിയും കണ്ടില്ല. 3-4 ദിവസമായിട്ട് ആളെയും കാണുന്നില്ല. എനിക്ക് എന്ത് വിഷമമായിരുന്നോ? ഹലോ, എന്താ ഒന്നും മിണ്ടാത്തത്? കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നത് ഇഷ്ടമാണോ? ഞാൻ കത്തിൽ എഴുതിയിരുന്നില്ലേ? സത്യം. സത്യമാണ്. എന്താന്നറിയില്ല, എനിക്ക് ഉണ്ണിയേട്ടനോട് ഒരു വല്ലാത്ത അടുപ്പം. ഒരു സ്വന്തം ആളാണെന്ന് തോന്നല്. ഇങ്ങനൊക്കെ ആയിരിക്കും ആളുകൾ അടുക്കുന്നത്, അല്ലേ? പിന്നെ ഉണ്ണിയേട്ടാ, എന്താ ഇത്? ഒന്ന് വിളി കേൾക്കൂ. എന്തോ? ആ, അങ്ങനെ. ഉണ്ണിയേട്ടാ, എനിക്കൊരാഗ്രഹം. ഉണ്ണിയേട്ടനെ കുറച്ചുകൂടെ സുന്ദരനായി കാണണമെന്ന്. എങ്ങനെ? എങ്ങനാന്നോ? തലമുടി ഉണ്ടല്ലോ, ഭംഗിയായി മേൽപോട്ട് ഇങ്ങനെ ചീകി വെച്ചിട്ട്, പിന്നെ ആ നല്ല മുഖത്ത് സ്റ്റൈലായിട്ടൊരു മീശ, നല്ല കട്ടിയില്. ഇതൊന്നും വലിയ പാടുള്ള കാര്യമല്ലെന്നേ. ഇപ്പോൾ ടൗണില് ധാരാളം ബ്യൂട്ടി പാർലറുകളുണ്ട്. അവരെ ശരിയാക്കി തരും. അതുപോലെ തന്നെ എപ്പോഴും എന്തിനാ മുണ്ടുടുക്കുന്നേ? ചന്തായിരിക്കുന്നു ഉണ്ണിയേട്ടനെ കാണാൻ. എന്റെ ഒരു ആശയല്ലേ. പ്ലീസ്, ഇനി കാണുമ്പോൾ അങ്ങനെ കാണണം. ഓക്കെ, ബൈ.
ബൈ. എങ്ങനെയുണ്ട്? വാട്ട്? എങ്ങനെയുണ്ടെന്നോ? ഇപ്പൊ എന്നെ കണ്ട എങ്ങനെയുണ്ട്? രോഹിണി ആഗ്രഹിച്ച പോലെ ആയിട്ടുണ്ടോ? നോൺസെൻസ്. സ്റ്റുപ്പിഡ്. ബ്ലഡി ഫൂൾ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ രാജുവിനോട് ഇതൊന്നും വേണ്ടാന്ന്. ഇതൊക്കെ മൈനർ പ്രോബ്ലംസ് അല്ലേ? രണ്ട് തെറി പോലും കേൾക്കാതെ എങ്ങനെയാ ഒരു റൊമാൻസ് ഒക്കെ തുടങ്ങുന്നത്? സാരമില്ല, വഴിയുണ്ടാക്കാം. എങ്ങനെ? ആ, ഹലോ. യെസ് മിസ്റ്റർ ഉണ്ണി, ജസ്റ്റ് എ മിനിറ്റ്. മിസ്റ്റർ ഉണ്ണി, എ കോൾ ഫോർ യു. ഇതെന്താ ഉണ്ണി ഇത്? നിന്റെ രൂപം തന്നെ മാറിപ്പോയല്ലോ. ഹലോ, അതെ, ഉണ്ണിയാണ്. ഞാനാണ് രോഹിണി. ഉണ്ണിയേട്ടൻ രോഹിണിയോട് പിണങ്ങിയോ? സോറി ഉണ്ണിയേട്ടാ, രാവിലെ ഞാനങ്ങനെ കരുതിക്കൂട്ടി സംസാരിച്ചതാണ്. ഉണ്ണിയേട്ടനൊന്നും തോന്നരുത്. ഊർമിള കൂടെ ഉള്ളപ്പോൾ എനിക്ക് എങ്ങനെ ഫ്രണ്ടിലായിട്ട് പെരുമാറാൻ പറ്റും? അവൾ എന്ത് വിചാരിക്കും? പോരാത്തതിന് ഓഫീസിനകത്തു നിന്നും ചിലരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഒരു പുരുഷ വിദ്വേഷിയാണെന്ന് എല്ലാരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്. പ്ലീസ്. സാരമില്ലെന്നൊന്ന് പറയൂ. സാരമില്ല. താങ്ക്സ്. പിന്നെ ഉണ്ണിയേട്ടനെ കണ്ടപ്പോൾ എനിക്ക് എത്ര സന്തോഷമായിരുന്നോ. You look like a prince. Really? ഉണ്ണിയേട്ടാ, നമ്മുടെ ഈ റൊമാൻസില് റൊമാൻസ് എന്ന് ഞാൻ തന്നെ കയറിയങ്ങ് പറയുക. അതുകൊണ്ട് എന്താ അല്ലേ ഉണ്ണിയേട്ടാ? നമുക്കൊരു കോഡ് ഭാഷ വേണം, എങ്കിലും ഒരു ത്രില്ലുണ്ടാവൂ. ഞാൻ ഉണ്ണിയേട്ടനെ നോക്കി ഇപ്പോൾ ബ്ലഡി ഫൂൾ എന്ന് പറഞ്ഞാൽ ഹായ് ഡാർലിംഗ് എന്നാണ് അർത്ഥം. ചെവിക്കുറ്റിക്കിട്ട് 2 അടി തരുമെന്ന് പറഞ്ഞാൽ എന്റെ ഉണ്ണിയേട്ടന്റെ കവിളത്ത് ഉമ്മ വയ്ക്കൂന്നർത്ഥം. ഓക്കെ? ഓഫീസല്ലേ, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ബുദ്ധിമുട്ടാവൂലേ? വെക്കട്ടെ? ഓക്കെ. എന്തോ ഉണ്ട്, മോഹം കണ്ടാ അറിയാമല്ലോ. ഒന്നുമില്ല. പിന്നെ ഇല്ലേ മുത്തച്ഛ, ഞാനൊരു കാര്യം പറഞ്ഞ എന്നെ കളിയാക്കോ? ഇല്ല. തീർച്ച. അതെ അതെ, എന്നെ ഒരു പെൺകുട്ടി സ്നേഹിക്കണം. കൃഷ്ണ ഗുരുവായൂരപ്പാ, എന്താ ഞാനീ കേക്കുന്നേ? ഉണ്ണിയെ ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നെന്നോ? അപ്പോ ഈ കുടുംബം കരകയറാനുള്ള ലക്ഷണമാണല്ലോ. എന്നിട്ട് എനിക്കും അവളെ ഇഷ്ടമാണ്. കള്ളാ, വെറുതെ അല്ല, വേഷത്തിലും ഭാവത്തിലും ഈ മാറ്റം കണ്ടപ്പോഴേ ഞാൻ സംശയിച്ച. എവിടെയുള്ളോ ആ കുട്ടി? മുത്തശ്ശൻ കൂടെ ഒന്ന് അറിയട്ടെ. അത് അത് ഈ സാരികളൊന്ന് ഡൈ ചെയ്തു തരണം. ഹലോ. You bloody fool! Again you? ഗുരുവായൂരപ്പ, രോഹിണിക്ക് ഈ ഡ്രസ് നന്നായി ചേർന്നു കേട്ടോ. അസലായിട്ടുണ്ട്. Stupid! ചെവിക്കുറ്റിക്കിട്ട് 2 കിട്ടാത്തതിന്റെ കുഴപ്പമാ തനിക്ക്.
താങ്ക് യു ഡിയർ, താങ്ക് യു. ഡൈയും വേണ്ട, ഒരു കുന്തം വേണ്ട. വാടി. വേറെ ഒരു കടയും കണ്ടില്ലേ നിനക്ക് ഡൈ ചെയ്യിക്കാൻ? ഇവിടെ എന്തിനാ എത്ര നിർബന്ധമായിട്ട് എന്നെ വിളിച്ചോണ്ട് വന്നത്? അത് ചേച്ചി, ഇവിടെ ഡൈ ചെയ്താ കളർ ഒരിക്കലും പോവില്ല, അതുകൊണ്ടല്ലേ. വാ. എന്റെ ഉണ്ണിയേ, ഈ സാധനത്തിനെയാണോ നീ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞത്? അല്ല, ആ പെങ്കൊച്ചെന്തിനാ ഉണ്ണിയെ ചീത്ത പറഞ്ഞത്? അയ്യോ, അത് ചീത്ത പറഞ്ഞതല്ല മുത്തച്ഛ, അത് റൊമാൻസിന്റെ കോഡ് ഭാഷയാണ്. ബ്ലഡി ഫൂൾ എന്ന് വെച്ചാൽ ഹായ് ഡാർലിംഗ് എന്നാണ് അർത്ഥം. ചെവി കുട്ടിക്കിട്ട് അടിക്കുമെന്ന് പറഞ്ഞാലോ? കവിളത്ത് ഉമ്മ വയ്ക്കൊന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിട്ടാ ഇങ്ങനെയൊക്കെ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ കോഡ് ഭാഷയൊന്നും ഇല്ലായിരുന്നല്ലോ കൃഷ്ണ.